ഇത് കേരളത്തിലെ ഒരു ഗ്രാമം. +2 കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരും നാട്ടുകാരും തുടങ്ങും. പാസ്പോർട്ട് എടുക്കടാ, ഗൾഫിൽ പോടാ, 10 പൈസ സമ്പാദിക്കാൻ നോക്കടാ, നിനക്ക് പണിയൊന്നുമില്ലേ, അല്ല പണി കിട്ടിയില്ലേ, 3 നേരം വെട്ടി വിഴുങ്ങാൻ കിട്ടിയാ മതിയല്ലേ എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ. വീട്ടുകാരോട് വഴക്കും കൂടി ജോലിക്കും പോവാതെ സുഹൃത്തിന്റെ കൂടെ പോകുന്ന ഇവനെ കണ്ടില്ലേ? ഇവനാണ് ഈ ചിത്രത്തിലെ നായകൻ. കുറ്റപ്പെടുത്തലുകൾ സഹിക്കവയ്യാതാവുമ്പോൾ എങ്ങോട്ടെന്നില്ലാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടും. ഓടുന്നതൊക്കെ ശരി, ഓടി ഓടി ഒടുവിൽ പ്രവാസം എന്ന ഈ മതിൽ ചാടാതെ സൂക്ഷിക്കുക. ഗൾഫ് ആദ്യമൊക്കെ കാണാൻ അത്ഭുതമാ. നാട്ടിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇവൻ ഈ മതിൽ ചാടി ഗൾഫിലെത്തി. പക്ഷേ ഈ സിനിമയിലെ വില്ലനായ ഈ മതിലിനെ ഇവന് ശരിക്കും അറിയില്ല. ഇവിടെ കാണാൻ ആഡംബരത്തിന് ഒരു കുറവും കാണില്ല. പക്ഷേ നാട്ടിലേക്ക് പണമയച്ചാൽ പിന്നെ പ്രവാസിയുടെ ജീവിതം ഈ പാട്ട് പോലെ. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. പ്രവാസ ജീവിതം ഭാരമായി തോന്നുമ്പോൾ പിന്നെ ഇങ്ങനെ നാട്ടിലേക്ക് പോവാൻ വഴി അന്വേഷിച്ചു തുടങ്ങും. വിശേഷ ദിവസങ്ങളിൽ നാട്ടിലുള്ളവർക്ക് ആളെണ്ണി വസ്ത്രം വാങ്ങാൻ പണം അയച്ചു കൊടുത്ത് 3-4 വർഷം പഴക്കമുള്ള വസ്ത്രം ധരിച്ച് പ്രവാസി പുതച്ചു മൂടി കിടന്നുറങ്ങും. മൂട്ടകടി സഹിച്ച് പാതി ഉറങ്ങി ഒരാളുടെ ഭക്ഷണം 2 പേർ വീതിച്ച് കഴിച്ച് പാതി പട്ടിണി കിടന്നും എന്നിട്ട് സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് നാട്ടിലെ കടബാധ്യതകൾ ഒരുവിധം തീർക്കും. അങ്ങനെ പോവാനുള്ള വഴി കണ്ടുപിടിച്ചു. ഉടനെ വീട്ടുകാരുടെ വക പേന, ചീപ്പ്, കണ്ണാടി മുതൽ 42 ഇഞ്ച് LCD വരെയുള്ള ഓർഡർ ലഭിക്കും. അതോടെ വില്ലനാകുന്ന ഈ മതിൽ അതിന്റെ ഉഗ്രരൂപം കാണിക്കും. ഓർക്കുക, ചാടി വന്ന അത്ര എളുപ്പമല്ല ഈ മതിലിനപ്പുറം കിടക്കാൻ.